മുതലാളിയില്ലേ? പശുവിനെ പിഴിയുവാ, എന്ത് വേണം? ഈ മാലയൊന്ന് പണയം വെക്കാനാ. ഈ കൊച്ചുവെളുപ്പാൻ കാലത്തോ 10 മണി കഴിയാതെ മുതലാളി പണപ്പെട്ടി തുറക്കണ പ്രശ്നമില്ല. ഇപ്പോഴത്തെ ആവശ്യമായിരുന്നല്ലോ ചേട്ടാ. ഒരു 300 രൂപ കിട്ടിയേക്കൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ നേരത്ത് നിങ്ങൾ പണം ഇരിക്കാന്ന് പറഞ്ഞാലും മുതലാളി വഴങ്ങത്തില്ല. 10 മണിയാണ് പുള്ളിയുടെ ടൈം. അയ്യോ, അങ്ങനെ പറയല്ലേ ചേട്ടാ. വളരെ അത്യാവശ്യമായതുകൊണ്ടല്ലേ. അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഒരു ചെറിയ തരികട ചെയ്യേണ്ടി വരും. എന്ത് തരികട? എന്റെ മോതിരം മുതലാളിയുടെ അടുത്ത് പണയം വെച്ച വകയില് കുറച്ച് കാശ് എന്തെങ്കിലുണ്ട്. അതിന്ന് 300 രൂപ തരാം. വലിയ ഉപകാരമായി ചേട്ടാ. പിന്നെ മുതലാളിക്ക് 103 രൂപയാണ് പലിശ. എനിക്ക് 1/2 കൂടി തരണം. അയ്യേ, ഞാൻ 3 രൂപയുടെ കാര്യമാണ് പറഞ്ഞത്. ഇങ്ങോട്ട് തന്നെ. പിന്നെ നമ്മൾ തമ്മിൽ ഇടപാടേ ഒരിക്കലും മുതലാളി അറിയരുത്. അറിഞ്ഞാ എന്റെ കാർബേറ്റർ അയച്ചെടുത്ത് മുതലാളി ഡ്രൈവർ പണിയെന്ന് പറഞ്ഞു വിടും. ഞാനായിട്ട് പറയില്ല ചേട്ടാ. പിന്നെ മുതലും പലിശയും കാശായിട്ട് തന്നെ തരണം. മനസ്സിലായോ? ചില പെണ്ണുങ്ങൾ ഈ കടത്തിന്ന് കരകയറാൻ കടം കൊടുത്തവനെ തന്നെ വശീകരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ വക ചുറ്റിക്കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട. പറയണുണ്ട് മുതലാളിക്കൊന്നും തോന്നരുത്. ഈടെയായിട്ട് പാലില് കുറച്ച് വെള്ളം കൂടുതല. കുറച്ച് ദിവസമായിട്ട് പറയണമെന്ന് വിചാരിക്കാ. ഉമ്മ, ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് നോക്കി, ചേരണില്ല. പാലില് വെള്ളേ ചേരൂ. അല്ലേലും പാലില് വെള്ളം ചേർത്തേ കഴിക്കാവൂ. ഇത് ഞാൻ പറയണതല്ല, ഡോക്ടർമാര് പറഞ്ഞിട്ടുള്ളതാ. എനിക്ക് 3 ബസ്സുണ്ട്. അത് നല്ല ലാഭത്തിലാ ഓടണത്. ഒരു ചിട്ടി ഫണ്ട് ഉണ്ട്, അത് അതിലും ലാഭത്തിലാ പോണത്. പിന്നെ ഒരു ഹോട്ടലുണ്ട്, അതിന്ന് ഭയങ്കര ലാഭ. പിന്നെ ഈ പാൽ കച്ചവടം എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് നഷ്ട. പിന്നെ ഞാൻ എന്തിനീ പാൽ കച്ചവടം നടത്തുന്നു പറഞ്ഞാൽ, പശുവിന്റെ അകിടീന് തുടങ്ങിയതാ എന്റെ ജീവിതം. അതിന്റെ അടി കിടന്ന് തന്നെ ചാവണമെന്നാണ് എന്റെ ആഗ്രഹവും. അമ്മാവോ, ഇങ്ങനെ പോയാ അമ്മ പശുവിന്റെ ചവിട്ടുകൊണ്ടേ ചാവൂ. എടാ, നീയേ പാല് കുടിച്ചിട്ടൊന്നും വലിയ കാര്യമില്ലടാ, പോ. പിന്നെ എടുത്തോളാം. ഇതേതാ ഈ കുട്ടിപ്പിശാശി? അതാ സ്വർണ്ണപ്പണിക്കാരൻ രാഘവേട്ടന്റെ മോനാ. ഓ, അവന്റെ ചൊടിയും മിടുക്കൊക്കെ കണ്ടിട്ട് അവൻ ആ ചെത്തുകാരൻ ഗോപാലിന്റെ ആണെന്നാ തോന്നണേ. അപ്പൊ നിങ്ങളുടെ കമ്പനി തന്നെ. എടാ മോനെ, നന കഴിഞ്ഞ അച്ഛന്റെ ഉടുപ്പിൽ അഴുക്കൊന്നും പോയിട്ടില്ലല്ലോ. ഇതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയെടുത്താൽ മാത്രം പോരാ, കല്ലില് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ അലക്കണം. കൊണ്ടുപോയി അലക്കണം തെണ്ടി. ഇവ എന്റെ മോൻ തന്നെ അല്ലേ? ഞങ്ങൾക്ക് സംശയമുണ്ട്. നിങ്ങൾക്ക് പാല് കിട്ടിയ പിന്നെ വല്ലവരുടെ കാര്യം അന്വേഷിക്കണേ.